Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you're all doing well. നിങ്ങളുടെ ജീവിതത്തെ ദൈവം നിങ്ങളുടെ പദ്ധതികളെ മാറ്റി ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വിടാൻ പോവുകയാണ്. In your life, the Lord is going to divert you from your plans and He's going to take you into His own purposes. നമ്മുടെ പദ്ധതി നാം പലപ്പോഴും ചെറുതായി പലതും ചിന്തിക്കുന്നു, എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ്. The plans that we have for ourselves are often small, but the purposes that God has for us are very big. Trust in God's process. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. Yes, trust in the process of God. God has a great purpose for our life. 1 ശമൂവേൽ 16:12-13 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. So he sent for him and had him brought in. He was glowing with health and had a fine appearance and handsome features. Then the Lord said, "Rise and anoint him. This is the one." 1 Samuel 16:12. ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, When David was taking care of his sheep as a shepherd, പെട്ടെന്ന് ദാവീദിന് പോലും അറിയാൻ വയ്യാത്ത നിലയിൽ ദൈവത്തിന്റെ പ്ലാൻ ദാവീദിന്റെ ജീവിതത്തെ ഷിഫ്റ്റ് ചെയ്തു. immediately and suddenly the plan of God came upon David and shifted his life without even him being aware. നിങ്ങളുടെ പ്ലാനിനേക്കാൾ വലിയ ഒന്നിലേക്ക് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകും. The Lord is going to connect you into a greater plan than the plan you have for yourself. ആടിനെ മേയ്ക്കുന്നത് എങ്ങനെയിരിക്കുന്നു, രാജാവാകുന്നത് എങ്ങനെയിരിക്കുന്നു? What does it look like to take care of sheep and what does it look like to be a king? ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. This is not something we can even think or compare. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നിങ്ങൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത തരത്തിൽ ഏറ്റവും താഴ്ചയിൽ നിന്ന് ഏറ്റവും ഉയർച്ചയിലേക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഫാമിലിയിലും എല്ലാം ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. Similarly, the Lord is going to do great things in your life as well, in a way that you cannot even comprehend, in your personal life, your family life, and your financial life. ഇന്ന് കർത്താവ് നിങ്ങളുടെ സ്ഥിതി മാറ്റുന്ന ഒരു തൈലക്കൊമ്പ് എടുത്ത് നിങ്ങളുടെ മേൽ ഒഴിക്കാൻ പോവുകയാണ്. Today, the Lord is going to shift your circumstances. He's going to take a horn of oil and anoint you. ആമേൻ. തൈലക്കൊമ്പ് കർത്താവ് തന്റെ കരങ്ങളിൽ എടുത്തിരിക്കുന്നു. The Lord has taken the horn of oil in His hand. ഈ സംഭവം നീ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. This is something you may not have even imagined. ഓ, നിന്റെ തലമേൽ തൈലം ഒഴിക്കാൻ സമയമായിരിക്കുന്നു. Yes, the time has come for the oil of God to be poured upon your head. ഈ ഓയിൽ നിന്റെ ജീവിതത്തിന്റെ ഉന്നത നിലയിൽ എത്തിക്കുന്ന അഭിഷേകമാണ്. This oil is the anointing of God that takes you to the high places. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് ഈ ദൂത് വിശ്വസിക്കാമോ? Can you believe this word? ഈ വചനം ചുമ്മാതെ എഴുതി വെച്ചതല്ല. This word is not something that is simply written. ഇത് നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി എഴുതിയതല്ല. It is not written to make you just feel excited. ദാവീദിന് വേണ്ടി ചെയ്തതുപോലെ തന്നെ നമുക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു. The things that are written down are written because God is going to do the same things He did for David in our life as well. ആമേൻ. നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കാൻ പോകും. Yes, the Lord is going to transform your life. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഇവിടെ ശമൂവേലിനെ ദൈവം അയക്കുകയാണ്. Yes, here the Lord is sending Samuel. പഴയ നിയമത്തിൽ ഒരാളിനെ അനോയിന്റ് ചെയ്യുവാൻ ദൈവം ചിലരെ അയക്കുമായിരുന്നു. In the Old Testament, the Lord would send certain people to anoint another individual. പുതിയ നിയമത്തിൽ കർത്താവ് ചിലരെ അഭിഷേകം ചെയ്യുന്നു. In the New Testament also, the Lord anoints certain individuals. ചിലപ്പോൾ ചിലർ കൈവപ്പിനാൽ ചിലർ അഭിഷേകത്തിൽ നിറയുന്നു. Sometimes some people receive the infilling and baptism of the Holy Spirit through the laying on of hands. ഒരു കാര്യത്തിലും നമുക്ക് പുകഴാനില്ല, പ്രശംസിപ്പാനില്ല, നമുക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല. എല്ലാ കാര്യവും കർത്താവ് ചെയ്യുന്നതാണ്. Yes, we have nothing to boast about.
but everything is because of the Lord's grace and favor. ചിലരൊക്കെ എന്തെങ്കിലും ഒന്ന് ആമേൻ കൈവെക്കുമ്പോൾ മറ്റവർക്ക് അത് കിട്ടി, ഇങ്ങനൊക്കെ പറയുമ്പോൾ ചിലർക്ക് വലിയ ആമേൻ ആ ചിന്തകൾ മാറി മറിയുകയാണ്. അങ്ങനെയല്ല, നാം കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നാം എത്തണം. Today many people are very proud and they get very haughty and proud when they see that the Lord is doing something through them, when the Lord is using them, when another person receives a healing or an infilling through them. But we must not be like that. We must always keep our focus on God and know that the Lord is the one who's using us. ശമൂവേൽ അഭിഷേകതൈലം ഒഴിക്കാൻ വന്നപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ഉയരുമ്പോൾ ഒരുവനുണ്ട്. അവനെ ആളയച്ചു വരുത്തി. അവൻ വരാൻ തയ്യാറായി. അവൻ വന്നത് ഏറ്റവും ഒടുക്കമാണ്. അവനാ ആദ്യമുള്ള ക്ഷണിക്കപ്പെട്ട കൂട്ടത്തിൽ അവൻ ഇല്ലായിരുന്നു. പലരും പ്രതീക്ഷിച്ചവരെല്ലാം അതിനകത്തുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം പ്രതീക്ഷിച്ച വ്യക്തി അതിനകത്തില്ലായിരുന്നു. ഇന്ന് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയും പ്ലാനും പദ്ധതികളുമുണ്ട്. അതിലേക്ക് കർത്താവ് നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ്. Initially, when Samuel went to the house of Jesse, David was not in that group. The people who others expected to be anointed were there, but God did not choose them. David was busy taking care of his sheep. But then Samuel asked, "Is there any other son that you have?" And then Jesse called his son David, and David came. And that's when God anointed him. Even though many people may have not expected that God is going to use you or bless you, the Lord will anoint you. നിങ്ങളുടെ വീട്ടിലും ദേശത്തും എല്ലാവരാലും നിങ്ങൾ ഒറ്റപ്പെട്ടവരായിരിക്കാം. In your life and in your family, you may have been rejected by many people. പക്ഷേ നിങ്ങളെ ദൈവത്തിന് വേണം. But the Lord wants you. നിങ്ങളെ ദൈവം അവരെക്കാൾ ഉപയോഗിക്കാമോ? Yes, the Lord is going to use you more than He uses other people. ലോകം മാന്യരെന്ന് കണ്ട പലരെയും ദൈവം തെരഞ്ഞെടുത്തില്ല. ലോകം മാന്യത ഇല്ലാതെ കിടന്ന ചിലതിനെ ദൈവം തെരഞ്ഞെടുത്തു. Many people whom the Lord saw as worthy, many people whom the world saw as worthy, the Lord did not choose. But many people who the world saw as unqualified, the Lord will choose them. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ ഇന്ന് കർത്താവ് തന്റെ ഉന്നത വിളിയിലേക്ക് ചൂസ് ചെയ്യാൻ പോവുകയാണ്. Yes, I will pray for you now. At this moment, the Lord is going to choose you and appoint you for His high calling. കർത്താവേ, ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് ടച്ച് ചെയ്യണമേ. Oh Lord, I pray that at this time you would touch the children of God. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. In the name of Jesus, let miracles happen. ഒരു വലിയ വിടുതൽ ദൈവം അയക്കണമേ. Lord, send a great deliverance. ഇവരുടെ മേൽ ഇവരെ തിരിക്കുന്ന അഭിഷേകത്തിന്റെ തൈലം ഇവരുടെ മേൽ വീഴട്ടെ കർത്താവേ. Lord, let the oil of anointing come upon them, which is going to shift their lives. അവർ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഒരു പൊസിഷനിൽ അവർ എത്തട്ടെ ആത്മീകത്തിൽ. Lord, let them reach a position beyond what they have even imagined. അവരുടെ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. Let their material life be blessed. ഫാമിലി ലൈഫ് അനുഗ്രഹിക്കപ്പെടട്ടെ. Let their family life be blessed. അവരുടെ മിനിസ്ട്രികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. Let their ministries be blessed. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. God bless you. Love you.